സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണികൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശക്തമായ വിജയം കേരളത്തിൽ നേടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി. അതിന്റെ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിഷൻ 40യുമായിട്ടാണ് ബി. രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം നടത്തിയ 40 മണ്ഡലങ്ങളിൽ വിജയിക്കുക ലക്ഷ്യമിട്ടാണിത്. ഇവിടങ്ങളിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രവർത്തനം തുടങ്ങും. നേരത്തെ പാർട്ടിക്ക് സംഘടനാ സംവിധാനം ശക്തമായ മണ്ഡലങ്ങളെ എ പ്ലസ് ബി ക്ലാസുകളായി തിരിച്ച് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സമീപനമായിരുന്നു. അതൊഴിവാക്കിയാണ് മിഷൻ 40ക്ക് രൂപം നൽകിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുട തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയിരുന്നു. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുമെത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, എലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ മണ്ഡലങ്ങളിലടക്കം 3ലെത്തി. ഇതിൽ 5ഇടത്ത് 45,000 വോട്ട് കടന്നു. മറ്റിടങ്ങളിൽ 40,000-ഓളം വോട്ടുകളും നേടി. കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര മണ്ഡലങ്ങളിൽ 35,000 മുതൽ 40,000-നും ഇടയിൽ വോട്ട് നേടി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ, ആറന്മുള, കരുനാഗപ്പള്ളി, കുണ്ടറ, ചേലക്കര, വടക്കാഞ്ചേരി, മണലൂർ, ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, നെന്മാറ മണ്ഡലങ്ങളിൽ കിട്ടിയത് 30,000-നും 35,000-നും ഇടയിൽ വോട്ടുകളാണ്. തിരുവനന്തപുരം ജില്ലയിൽ നേമത്തും വട്ടിയൂർക്കാവിലും ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതെത്തിയിരുന്നു. മിഷൻ 40യിൽ ഉൾപ്പെട്ട മണ്ഡലങ്ങളിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ ശ്രദ്ധിക്കും. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടും. വികസന പദ്ധതി രേഖ തയ്യാറാക്കും. സാമൂഹ്യ, സാമ്പത്തിക, മത സാഹചര്യങ്ങൾ ഏജൻസിയെ ഏൽപ്പിച്ച് പഠിക്കും. അതനുസരിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കും. ഓരോ മണ്ഡലത്തിലും പ്രത്യേക പ്രഭാരിയെ നിശ്ചയിക്കും. മുഴുവൻ സമയ പ്രവർത്തകരെ താൽക്കാലികമായി നിയോഗിക്കും. അതേസമയം സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പൂർണ്ണ തിരഞ്ഞെടുപ്പ് രീതിയിലേക്ക് തള്ളിവിട്ടു. 110 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മിഷൻ 110 ആരംഭിച്ചു. 100-ൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് നയിക്കുന്ന UDF ലക്ഷ്യം 2026 പ്രഖ്യാപിച്ചു. 40 സീറ്റുകൾ ലക്ഷ്യമിടുന്ന BJP മിഷൻ 40 പുറത്തിറക്കി. തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഷൻ 110 അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നും 30 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമേ പിന്നോട്ട് പോയിട്ടുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ലെന്നും സമയബന്ധിതമായ നടപടികൾ അധികാരം നിലനിർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഉപസമിതി രൂപീകരിക്കും. മന്ത്രിമാർക്ക് 50 ദിവസത്തേക്ക് പ്രചാരണ ചുമതലകൾ നൽകും. വിജയത്തിൽ ആത്മവിശ്വാസം പുലർത്തുന്ന UDF സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തിടെ വയനാട്ടിൽ നടന്ന നേതൃത്വ ക്യാമ്പിലാണ് കോൺഗ്രസ് ലക്ഷ്യം 2026 അനാച്ഛാദനം ചെയ്തത്. UDFന് 100-ലധികം സീറ്റുകൾ നേടാൻ സഹായിക്കുന്നതിനുള്ള ഒരു തന്ത്രമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് മാത്രം 70-ലധികം സീറ്റുകൾ ലക്ഷ്യമിടുന്നു. വ്യക്തമായ ഭൂരിപക്ഷം ലക്ഷ്യമിടുന്നില്ലെങ്കിലും തൂക്കുസഭയ്ക്കായി സമ്മർദ്ദം ചെലുത്തി കറുത്ത കുതിരയായി ഉയർന്നു വരാനാണ് BJP ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നു. 15 മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് 40 സീറ്റുകൾ ലക്ഷ്യമിടുന്ന അവരുടെ മിഷൻ 14 കേരളത്തിന്റെ പഴയ ചരിത്രം തിരുത്തി കുറിക്കാനുള്ള തത്രപ്പാടിലാണ് BJP എന്നാണ് നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.